സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഭരണാധികാരി എന്ന നിലയിൽ കാനത്തിൽ ജമീല നടത്തിയത്. സ്നേഹസ്പർശം, ജീവജ്യോതി പദ്ധതികൾ വഴി ഒരുപാട് രോഗികൾക്ക് താങ്ങായ മനുഷ്യസ്നേഹി കൂടിയാണ് കാനത്തിൽ ജമീലയുടെ വിയോഗത്തോടെ നഷ്ടമായത്. സംസ്കാരം ചൊവ്വാഴ്ച അത്തോളി കുനിക്കടവ് ജുമാ മസ്ജിദിൽ നടക്കും. സാധാരണ വീട്ടമ്മയിൽ നിന്ന് നിയമസഭ വരെ എത്തിയ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമായിരുന്നു കാനത്തിൽ ജമീല. 3 പതിറ്റാണ്ട് നീണ്ട പൊതുപ്രവർത്തനത്തിനിടെ തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, 2 തവണ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിങ്ങനെ ത്രിതല പഞ്ചായത്തുകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച സഖാവ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെയാണ് സ്നേഹസ്പർശം ജീവജ്യോതി പദ്ധതികൾ നടപ്പാക്കിയത്. പാവപ്പെട്ട വൃക്കരോഗികളെയും അവരുടെ കുടുംബത്തെയും ചേർത്ത് പിടിക്കുന്നതായിരുന്നു ആ പദ്ധതി. 2ാം തവണയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെയാണ് കൊയിലാണ്ടിയിൽ നിന്നും നിയമസഭയിലെത്തിയത്. കൊയിലാണ്ടിയിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയത്. മണ്ഡലത്തിലെ വിഷയങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുകയും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശക്തമായ ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്തു. രോഗാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുമ്പോഴും തൻ്റെ നാടിനായുള്ള ദൗത്യം മറക്കാതെ തൻ്റെ മണ്ഡലത്തിനായി സംസാരിച്ചു. കാനത്തിൽ ജമീലയുടെ വിയോഗത്തോടെ നാടിന് നഷ്ടമായത് പകരം വയ്ക്കാനില്ലാത്ത ഒരു വ്യക്തിത്വത്തെയാണ്. ചൊവ്വാഴ്ചയാണ് സംസ്കാര ചടങ്ങുകൾ. രാവിലെ CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലും കൊയിലാണ്ടി ടൗൺ ഹാളിലും പിന്നീട് തലക്കുളത്തൂരിലും പൊതുദർശനം നടക്കും. ഖബറടക്കം വൈകിട്ട് അത്തോളി കുനിയിൽക്കടവ് ജുമാ മസ്ജിദിൽ. കൈരളി ന്യൂസ്, കോഴിക്കോട്.